നമസ്കാരം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. മലപ്പുറം ജില്ലയ്ക്ക് വി.ഡി. സതീശൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം എത്രമാത്രം ഗുണകരമാവും എന്നാണ് നമ്മോട് പി.എ. ജബ്ബാർ ഹാജി, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പി.എ. ജബ്ബാർ ഹാജി പ്രതികരിക്കുന്നത്. നമസ്കാരം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ എത്രമാത്രം സന്തോഷത്തിലാണ് മലപ്പുറം ജില്ല? കേരള ജനത തന്നെ ഒന്നടങ്കം സത്യത്തിൽ വലിയ ആവേശത്തിലും ആഘോഷത്തിലുമാണ്. അതിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയും നല്ല പ്രതീക്ഷയിലും വലിയ ആനന്ദത്തിലുമാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായി സത്യത്തിൽ ദുരന്ത നാളുകളിലൂടെയാണ് കേരളം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല കടന്നുപോയത്. അർഹതപ്പെട്ട പലതും നിഷേധിക്കപ്പെട്ടു. വികസന രംഗത്ത് മലപ്പുറം ജില്ലയോട് കടുത്ത വിവേചനം കാണിച്ചു. വികസന രംഗത്ത് മാത്രമല്ല, ആരോഗ്യരംഗത്ത് പോലും യഥാർത്ഥത്തിൽ ഡോക്ടർമാരെ നിയമിച്ചപ്പോൾ 240-ലേറെ ഡോക്ടർമാരെ നിയമിച്ചപ്പോൾ 4 പേരെയാണ് മലപ്പുറം ജില്ലയ്ക്ക് നൽകിയത്. അത്രമാത്രം വലിയ വേദനയിലൂടെയാണ് ഈ ജില്ലയെ അവർ കണ്ടിരുന്നത്. അതിൻ്റെയൊക്കെയുള്ള ഒരു സുവർണ കാലഘട്ടം തിരിച്ചു വരും. സതീശനിലൂടെ അത് നടക്കും എന്ന് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അതിനുള്ളതായ പ്രവർത്തനം ഇനി ഞങ്ങൾ നടത്തുകയും ചെയ്യും. പ്രത്യേകിച്ചും മലപ്പുറം ജില്ല മുസ്ലിം ലീഗ് ഭൂരിപക്ഷ അല്ലെങ്കിൽ UDF ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷം ഒരു വലിയ അവഗണന നേരിട്ടു എന്ന് തന്നെയാണോ പറയുന്നത്? തീർച്ചയായിട്ടും അവഗണന എന്ന് പറഞ്ഞാൽ എല്ലാ രംഗത്തും അവഗണനയാണ്. ഞാൻ പറഞ്ഞല്ലോ, സത്യത്തിൽ രോഗികളോട് എന്തിനായിരുന്നു ഇത്? മറ്റ് ജില്ലയെ ഡൽഹിയിൽ പോയി അപമാനിച്ചു. ജില്ല ഒരു തീവ്രവാദ കേന്ദ്രമാണ്, കള്ളക്കടത്തുകാരുടെ കേന്ദ്രമാണ് തന്നെ ജില്ലയെ ഒന്നടങ്കം അവർ ആക്ഷേപിച്ചു. പക്ഷേ അതിനൊക്കെയുള്ള തിക്തഫലം ഇപ്പോൾ ഈ ജില്ല നൽകിയതാണ്. ജില്ലയിലെ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ മാത്രമല്ല, ജില്ലയിലെ കൃത്യമായി CPM പ്രവർത്തകരും അതിന് സത്യത്തിൽ മറുപടി പറഞ്ഞത് ബാലറ്റിലൂടെയാണ്, ഈ വോട്ടിലൂടെയാണ്. അതവർ കൊടുത്തു, കൃത്യമായി കൊടുത്തു. അത് അല്ലെങ്കിൽ ഒരിക്കലും പൊന്നാനി പോലുള്ള അല്ലെങ്കിൽ തവനൂർ പോലുള്ള മണ്ഡലങ്ങളൊന്നും സത്യത്തിൽ UDFൻ്റെ കയ്യിലേക്ക് കിട്ടിയത് ഞങ്ങൾ UDFൻ്റെ വോട്ട് കൊണ്ട് മാത്രമല്ല, കൃത്യമായി ഞങ്ങൾക്ക് ഇവിടെ ഒക്കെ അറിയാം എല്ലാ മണ്ഡലത്തിലും. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് 85,000 വോട്ട്, കൊണ്ടോട്ടി മണ്ഡലത്തിൽ 56,000 വോട്ട്, അതുപോലെ 30,000-ലേറെ വോട്ട് എറണാട്. ഇതൊക്കെ ലഭ്യമായത് ഞങ്ങളുടെ പാർട്ടിയുടെയും മുന്നണിയുടെയും കണക്കുകൾ അനുസരിച്ച് കിട്ടുന്നതിൻ്റെ അപ്പുറം കിട്ടിയപ്പോൾ അത് അറിയാം. അത് നിഷ്പക്ഷമതികൾ മാത്രമല്ല, കൃത്യമായ CPMകാർ ഇതിന് ഞങ്ങൾക്ക് വോട്ട് ചെയ്തു. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. സത്യത്തിൽ സഹോദര സമുദായങ്ങൾ, വെള്ളാപ്പള്ളിയുടെയൊക്കെ ഏറ്റവും നീചമായ പ്രസ്താവന, അതിനുള്ള മറുപടി നൽകിയത് ഞങ്ങളുടെ ഈ രാജ്യത്തെ സഹോദര സമുദായങ്ങളാണ്. അതിന് കൃത്യമായി അവർ മറുപടി നൽകിയത് ഇങ്ങനെയാണ്. ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ, സ്ഥാനാർത്ഥികളെ അവർ നന്നായി എല്ലാവരും വിജയിച്ചു. UDFനും വിജയിപ്പിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞത്, മുസ്ലിം ലീഗുള്ളത് കൊണ്ട് ജില്ലയിൽ വലിയ പ്രയാസങ്ങൾ മറ്റ് സമുദായങ്ങൾ നേരിടുന്നു എന്നുള്ള ഏറ്റവും പ്രചണ്ഡമായൊരു പ്രചരണത്തിനുള്ള മറുപടി നൽകിയത് രാജ്യത്തെ മുസ്ലിങ്ങളെക്കാൾ ഉപരി ഹൈന്ദവ സഹോദരങ്ങളും ക്രിസ്തീയ സഹോദരങ്ങളും. അവർ കൃത്യമായതിന് മറുപടി നൽകിയതിൻ്റെ ഏറ്റവും വലിയ വിജയമാണ് ഈ കാണുന്നത്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി അല്ലെങ്കിൽ മലപ്പുറം ജില്ല ആദ്യമായി പരിഗണിക്കേണ്ട ഒരു വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ അതെന്താവും? ഇന്നലെ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അടിയന്തരമായി യോഗം കൂടി അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ യോഗം കൂടുകയും ആ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലയുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന രീതിയിൽ ജില്ലയിലെ എല്ലാ ജനപ്രതിനിധി പ്രസിഡന്റുമാരെയും, പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റുമാരെയും MLAമാരെയും എല്ലാം ഇരുത്തി അടുത്ത് തന്നെ ഒരു ചർച്ച നടത്തുന്നുണ്ട്. മുസ്ലിം ലീഗ് പാർട്ടി തന്നെ അതിന് മുൻകൈയെടുക്കും. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഭരണ സംവിധാനങ്ങളുള്ളതും ഭരിക്കുന്നതൊക്കെ മുസ്ലിം ലീഗാണ് നേതൃത്വം കൊടുക്കുന്നത്. MLAമാരും MP മാരും അവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടമായ യോഗം അടുത്ത് തന്നെ ജില്ലാ കമ്മിറ്റി വിളിച്ചു കൂട്ടുന്നുണ്ട്. അതിൽ വികസനത്തിൻ്റെ ഒരു സമഗ്രമായ രൂപമുണ്ടാക്കി സർക്കാരിന് സമർപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ അങ്ങനെ
പ്രധാനമായത് എടുത്തെഴുതിക്കൊണ്ട് തന്നെയാണ് അതുണ്ടാകുക. അതിൽ ജില്ലക്ക് പല പല പ്രശ്നങ്ങളും ഉണ്ട്. അതിൽ പ്രയോറിറ്റി അനുസരിച്ച് അത് കാണും. എന്നിട്ട് ജില്ലയുടെ ഒരു പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ആരോഗ്യ മേഖലയാണോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയാണോ, അല്ലെങ്കിൽ കാർഷിക മേഖലയാണോ, മറ്റ് ടൂറിസം മേഖലയാണോ, ഏതിനാണ് ഒരു പ്രാമുഖ്യം? ഇതിനെല്ലാറ്റിനും എല്ലാം വളരെ പ്രധാനമാണ്. ഞങ്ങളിപ്പോൾ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ മേഖല ആയിപ്പോയത്, അല്ലെങ്കിൽ കാർഷിക മേഖല ആയിപ്പോയത്, എല്ലാറ്റിനും അവഗണനയുണ്ടായിട്ടുണ്ട്. ഈ മേഖലകളിലൊക്കെ കഴിഞ്ഞ 10 വർഷമായി അവഗണനയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഞങ്ങളിപ്പം പാർട്ടിയാണെങ്കിലും ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ കാണുന്നത് അതിൽ ഏറ്റവും പ്രധാനം ആരോഗ്യരംഗത്ത് തന്നെയാണ്. ആരോഗ്യരംഗം ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ആരോഗ്യരംഗത്ത് കൃത്യമായ ഒരു കാൽവെപ്പ് വേണം. ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ ഒരു ക്യാൻസർ ഹോസ്പിറ്റലൊക്കെ അതിൻ്റെ ഭാഗമായി രൂപപ്പെടുത്തിയാണ്. ബജറ്റിൽ ഉൾപ്പെടുത്തിയതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് ആരോഗ്യരംഗം അതുപോലെ തന്നെ മറ്റെല്ലാ രംഗങ്ങളുണ്ടെങ്കിലും വ്യാവസായിക രംഗത്ത് വേണ്ടി വരും. കാർഷിക രംഗത്ത് എത്രയോ അവസരങ്ങളുള്ളതാണ്. നമുക്ക് വരാൻ പോകുന്ന ഒരു 5 വർഷത്തെ പദ്ധതിയല്ല, സത്യത്തിൽ നഷ്ടപ്പെട്ടു പോയ 10ഉം ഈ ഒരു 5ഉം കൂട്ടി 15 വർഷത്തെ വികസനം ഈ 5 വർഷം കൊണ്ട് നടപ്പിലാക്കണമെന്നാണോ? 15 പോരാ, ഞങ്ങള് വലിയൊരു വിഷനും മിഷനും ഒക്കെ കരുത്തിലുണ്ട്. 15 കൊല്ലത്തേതൊന്നും ഇത് കണക്കാക്കുന്നില്ല. ജില്ലക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് ജില്ലയിലെ ജനപ്രതിനിധികളും ഞങ്ങൾ ജില്ലാ പഞ്ചായത്തും അതുപോലെ പാർട്ടികളും മറ്റ് CPM-നോട് പോലും അക്കാര്യത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്ത് അവരുടെ രാഷ്ട്രീയം നോക്കുന്നില്ല, ജില്ലക്ക് ആവശ്യമായ വികസന കാര്യങ്ങൾ അത് എങ്ങനെയാണോ കൊണ്ടുവരേണ്ടത് അത് ഈ സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്നത്, കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞങ്ങൾ ചാലിയാറിൻ്റെ 2 കരകളും കെട്ടി സംരക്ഷിക്കുന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയാണ്. അതിന് ജില്ലാ പഞ്ചായത്തിന് പ്രിയപ്പെട്ട നമ്മുടെ നിയുക്ത MLA അഷ്റഫ് അലിയും ഞങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വന്നു, ബന്ധപ്പെട്ട ചില ആളുകളെ കൊണ്ടുവന്ന് ഇത് പരിശോധിപ്പിച്ചു. അതിൻ്റെ ഭാഗമായി നിലമ്പൂർ മുതൽ താഴെ നമ്മുടെ അതിർത്തി വരെയുള്ള എല്ലാ സ്ഥലങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും MLA-മാരെയും ഒക്കെ വിളിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു യോഗം തന്നെ വിളിച്ചുകൂട്ടുന്നുണ്ട്. അടുത്ത് ചാലിയാറിൻ്റെ ടൂറിസം രംഗത്തും ചാലിയാറിൻ്റെ 2 കരകളും കെട്ടി സംരക്ഷിക്കുന്നതായ ബൃഹത്തായൊരു പദ്ധതിയെക്കുറിച്ച് ജില്ലാ പഞ്ചായത്ത് ആലോചിക്കുന്നു. അതിനെല്ലാ MLA-മാരും ഏറ്റവും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ തന്നെ VD സതീശൻ്റെ ഈ ഒരു മുഖ്യമന്ത്രി പദം എത്രമാത്രം ഒരു മാറ്റമുണ്ടാക്കും? VD സതീശൻ എന്ന് പറഞ്ഞാൽ കേരളം ആഗ്രഹിച്ച ഒരു ലീഡർഷിപ്പ് വന്നു എന്നുള്ളതാണ്. കേരളം ആഗ്രഹിച്ച സത്യത്തിൽ UDF മാത്രമല്ല മറ്റുള്ള എല്ലാ വിഭാഗ ആളുകളും സതീശനെ പോലുള്ള ഒരു ലീഡർഷിപ്പ്, ഒരു നേതൃത്വം, ഒരു നായകൻ കേരളത്തിന് വേണം. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ കാഴ്ചപ്പാടും വളരെ 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 വിശാലമാണ്. കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. അത് പ്രതിപക്ഷ നേതാവായിപ്പോയും 25 കൊല്ലം ജനപ്രതിനിധിയായി നിന്നൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പം അദ്ദേഹത്തിന് ഭരണപരിചയമില്ല എന്നൊരു വിമർശനം നടത്തും. സത്യത്തിൽ ഭരണപരിചയമാണ്. ജനപ്രതിനിധിയായി MLA ആയി കേരള നിയമസഭയിൽ 25 വർഷം അരിച്ചാൽ അത് തന്നെയാണ് ഭരണപരിചയം. അതിൻ്റെ എല്ലാ മേഖലകളും ഇപ്പം ഓരോ കാര്യങ്ങളിലും നമ്മൾ ഇനിയിപ്പം കൃത്യമായി പറഞ്ഞ വാർത്താ ചാനലുകാർ, മറ്റുള്ള വാർത്താ മാധ്യമങ്ങളൊക്കെ എല്ലാവരും അടിവരയിടുന്നൊരു കാര്യമുണ്ട്. സത്യത്തിൽ സതീശന് സാധിക്കും എന്നുള്ളത് ശത്രുക്കൾ പോലും പറയുന്നു. അതിന് ലീഡർഷിപ്പ് ചെയ്യാനും അതിന് നയിക്കാനും അതിന് കേരളത്തിന് അനുയോജ്യമായത് കൊണ്ടുവരാനും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയോട് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 5 കാര്യങ്ങളും വളരെ പ്രധാനമായി തന്നെ നടപ്പാക്കാനുള്ള നിശ്ചയദാർഢ്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഇനി വരാൻ പോകുന്ന മന്ത്രിസഭയിലെ അംഗങ്ങൾ അവർക്കൊക്കെ അതിനുള്ള കാഴ്ചപ്പാടുണ്ടാവും. നല്ലൊരു ടീം UDF തന്നെയാണ് വരുന്നത്. തീർച്ചയായിട്ടും UDF-ന്റെ ഒരു കരുത്തുറ്റ ഘടകകക്ഷി എന്ന രീതിയിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു ആവശ്യം പരിഗണിക്കപ്പെട്ടു എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകളൊക്കെ വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗ് വളരെ ശക്തമായി VD സതീശന് വേണ്ടി വാദിച്ചു. അത് സാധ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണോ കരുതുന്നത്? അഥവാ ഹൈക്കമാൻഡ് മുസ്ലിം ലീഗിനെ പരിഗണിച്ചു എന്ന് തന്നെ പറയാൻ പറ്റുമോ? അത് ഇന്നലെ സാദിഖലി തങ്ങൾ അതിന് കൃത്യമായി മറുപടി പറഞ്ഞു. ഹൈക്കമാൻഡ് എല്ലാ കാര്യങ്ങളും മുസ്ലിം ലീഗ് ഘടകകക്ഷി എന്ന നിലയ്ക്ക്, കോൺഗ്രസിൻ്റെ ഒരു ഘടകകക്ഷി എന്ന നിലയ്ക്ക് പല കാര്യങ്ങളും പലപ്പോഴും ആശയവിനിമയം നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും മുസ്ലിം ലീഗുമായും ബഹുമാനപ്പെട്ട തങ്ങളുമായിട്ടൊക്കെ കൃത്യമായി ആശയവിനിമയം കോൺഗ്രസ് ഹൈക്കമാൻഡും സോണിയാഗാന്ധിയൊക്കെ അടക്കം ചെയ്തിട്ടുണ്ട്. ലീഗിൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ, കേരളത്തിലെ ജനവികാരത്തിനനുസരിച്ചുള്ള
അഭിപ്രായം ലീഗ് പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം പ്രാവർത്തികമായി എന്നൊരു സന്തോഷമുണ്ട്. അതിൽ ലീഗിൻ്റെ സമ്മർദ്ദം മാത്രമല്ല, അങ്ങനെ ഒരു ഇതൊന്നുമില്ല. എല്ലാവരുടെയും ഈ ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ചും അതൊരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് പല കേന്ദ്രങ്ങളിൽ നിന്നും സംസാരങ്ങൾ വരികയാണ്. ഇതിനെങ്ങനെയാണ്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അത്തരം സംസാരങ്ങൾ, പ്രതികരണങ്ങളെല്ലാം വരുന്നത്? അതൊക്കെ ഇത്ര കാലങ്ങളായി, ഇതിപ്പോൾ കുറേ ശക്തിപ്പെട്ടു വരുന്നു എന്നതിലപ്പുറം അതിലൊന്നും ലീഗോ യു ഡി എഫോ അത് അത്ര ഗൗനിക്കുന്നില്ല. കാരണം ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം മുസ്ലിം ലീഗ് എന്താണ്, ലീഗിൻ്റെ പ്രവർത്തന മേഖല എങ്ങനെയൊക്കെയാണ്, ലീഗിൻ്റെ പ്രവർത്തനത്തിൽ വർഗീയതയുണ്ടോ എന്നെല്ലാം എല്ലാവർക്കും അറിയാം. ശത്രുക്കൾക്ക് പോലും അവർക്കറിയാം ലീഗ് പ്രവർത്തനം കൃത്യമായി മതേതരത്വ പ്രസ്ഥാനമായി ഒരു രാജ്യത്തോടൊപ്പം നിലനിൽക്കുന്ന എല്ലാ വിഭാഗ ജനങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് ലീഗ് എന്നറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരം ഒറ്റപ്പെട്ട പ്രസ്താവനകൾ ഇനി ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായാലും അത് അവഗണനയോടെ തള്ളാൻ പൊതുസമൂഹം ഉണ്ടാവും. അക്കാര്യത്തിൽ ലീഗിന് യാതൊരു അവലാതി വിഷമവുമില്ല, പ്രയാസമില്ല. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലെ ഒരു എയർപോർട്ട് എന്നുള്ളതിൽ കാലിക്കറ്റ് എയർപോർട്ട് സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഉള്ളൊരു വലിയ വിഷയങ്ങളിലേക്ക് പോവുകയാണ്. ആ ഒരു കാര്യങ്ങളുടെയൊക്കെ എല്ലാം, അല്ലെ എയർപോർട്ടിൻ്റെ ഒരു വികസനം, സമീപ പ്രദേശത്തെ വികസനത്തൊക്കെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടലിലൂടെ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? കരിപ്പൂർ വിമാനത്താവളം ഉണ്ടായത് മുതൽ അതിനെ നക്കിക്കൊല്ലാനും ചില തൽപര കക്ഷികൾ അത് മുമ്പേ ശ്രമിച്ചതാണ്. അതിനൊക്കെ ഇച്ഛാശക്തിയോടെ നേരിട്ട രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ ഈ ജില്ലയിൽ ലീഗാണ്. അത് കൊണ്ടുവരാനും കരിപ്പൂർ എയർപോർട്ട് കൊണ്ടുവന്നതിന് ശേഷം അത് നിലനിർത്താൻ ഒരു ഘട്ടത്തിൽ വലിയ പ്രതിസന്ധി വന്നപ്പോൾ അറിയില്ലേ, ഹൈദരലി തങ്ങളാ പറഞ്ഞത് സർക്കാർ കൊടുക്കുന്നതിൻ്റെ ബാക്കി ക്യാഷ് സ്ഥല ഉടമകൾക്ക് മുസ്ലിം ലീഗ് കൊടുത്തോളാം. എന്നാൽ പോലും ആവശ്യമായ അക്വിസിഷൻ നടത്തി അതിൻ്റെ റൺവേ നീട്ടി ഇവിടെ വലിയ വിമാനങ്ങൾ ഇറങ്ങേണ്ടി വരും. അത് നിർബന്ധമാണ്. ഇപ്പോൾ തന്നെ ഹജ്ജ് 966 പേരാണ് ഇവിടെ നിന്ന് ഹജ്ജ് പോകുന്നു. 9000-ലേറെ ആളുകൾ നെടുമ്പാശ്ശേരിയിൽ നിന്നും 4500-ലേറെ ആളുകൾ കണ്ണൂരിൽ നിന്നും പോകുമ്പോൾ ഇവിടെ നിന്ന് വെറും 1000 ആളുകൾ പോലും തികയുന്നില്ല എന്ന് പറയുമ്പോൾ അവഗണനയും കരിപ്പൂരിനെ പിറകോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഗൂഢ താല്പര്യം അതിന് പിന്നിൽ. അത് തീർച്ചയായിട്ടും അടുത്ത തവണ ഹജ്ജിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ രീതിയിൽ നിന്ന് മാറ്റം വരുത്താൻ എല്ലാവരും, അത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് കാര്യത്തിൽ ശക്തമായി ഇടപെടുമെന്ന് അതിൻ്റെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. പ്രവാസി വികസനവുമായി പ്രവാസികൾ, മലപ്പുറം ജില്ല പറയുമ്പോൾ നല്ലൊരു ശതമാനവും പ്രവാസികളാണ്. അവരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയുള്ള, അപ്പോൾ നിങ്ങൾ പ്രസിഡൻ്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ചും സർക്കാർ മാറുന്നതോടുകൂടി പ്രവാസികളുടെ ഒരു ഉന്നമനത്തിന് എന്ത് കാഴ്ചപ്പാടുകളാണുള്ളത്? ഞങ്ങളുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തന്നെ പ്രവാസികൾക്ക് വേണ്ടി കഴിഞ്ഞ ബജറ്റിൽ വ്യക്തമായ ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതിന് വലിയ അവർക്ക് തിരിച്ചു വന്നാൽ അവർക്ക് ജീവിക്കാനുള്ള, അവർക്കൊരു തൊഴിൽ കിട്ടാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ബജറ്റിലുണ്ട്. അതിന് വലിയൊരു കാഴ്ചപ്പാടുണ്ട്. ഈ ഗവൺമെൻറ് വന്നത് ഇത് വരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു ബജറ്റിൽ വിഭാവനം ചെയ്തത്. അതുകൊണ്ട് ഈ ഗവൺമെൻറ് വന്നതുകൊണ്ട് അത് വളരെ എളുപ്പമായി. ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു ജില്ല എന്ന നിലക്ക് ഞങ്ങൾ അക്കാര്യത്തിൽ ഏറ്റവും ബദ്ധശ്രദ്ധരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ജില്ലാ പഞ്ചായത്തും അതുപോലെ മറ്റെല്ലാവരെയും കൂട്ടി പ്രവാസികൾക്ക് വേണ്ടിയുള്ള ഏറ്റവും അടയാളപ്പെടുത്തൽ ഈ ജില്ലയിലുണ്ടാവും. ഇപ്പോൾ SSLC ഫലം ഇന്ന് വരികയാണ്. പ്രത്യേകിച്ചും ആ ഒരു +1 അഡ്മിഷൻ സമയത്ത് ഏറെ മലപ്പുറം ജില്ല ചർച്ച ചെയ്യപ്പെടുകയാണ്. കാരണം പലപ്പോഴും സീറ്റ് ലഭ്യമാവാതെ കുട്ടികൾ പഠനത്തിന് സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടാകുന്ന ഒരു വിഷയം. ഇതിന് മുൻകൂട്ടി കണ്ട് എന്ത് പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്? സത്യത്തിൽ വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ വിജയശതമാനം കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും കൃത്യമായ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിലൂടെ തന്നെ ഇന്ന് പ്രഖ്യാപിക്കുന്നതിലും തീർച്ചയായിട്ടും ജില്ലയ്ക്ക് അഭിമാനകരമായ വിജയപ്രതീക്ഷയാണുള്ളത്. അതുകൊണ്ട് അതിൽ ഇനി ഭാവി അവരുടെ +1 +2 കാര്യത്തിലൊക്കെ സത്യത്തിൽ വലിയ പ്രതിസന്ധിയാണ്. അത് സംസ്ഥാന തലത്തിൽ സർക്കാരാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും പുതിയ സർക്കാർ അത് ആലോചിക്കും. അതിനാവശ്യമായ സമ്മർദ്ദങ്ങളും നടപടികളൊക്കെ ജില്ലാ പഞ്ചായത്ത് കൂടെ തന്നെ ഉണ്ടാവും. ഈ പ്രയാസങ്ങളെ പരിഹരിക്കുന്നതിന് കൂടെ ഉണ്ടാവും. പുതിയ മുഖ്യമന്ത്രി സ്ഥാനമേൽക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ ജനങ്ങളോട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത്? ജില്ലാ പഞ്ചായത്ത് മാത്രമല്ല, മലപ്പുറം ജില്ല എല്ലാവരും ആ വലിയ പ്രതീക്ഷയിലും പ്രത്യാശയിലുമാണ്. കാരണം സതീശൻ വന്നതോടുകൂടി
ജില്ലയുടെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അദ്ദേഹത്തിന് നേരത്തെ അറിയാം, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ പലതും ഒരു ഓർമ്മപ്പെടുത്തൽ വേണ്ട. വി ഡി സതീശനെ സംബന്ധിച്ചു അദ്ദേഹത്തിന് അറിയാം. അർഹതപ്പെട്ട പലതും നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് കൃത്യമായിട്ടറിയാം. തീർച്ചയായിട്ടും അതെല്ലാം തിരിച്ചു കൊണ്ടുവരാനും പുതിയ കുറേ കാര്യങ്ങൾ ഈ പറയുന്ന എല്ലാ മേഖലയിലും, കാർഷിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, എല്ലാ രംഗത്തും കൊണ്ടുവരാനും തീർച്ചയായിട്ടും സതീശൻ ഞങ്ങളോടൊപ്പം ഉണ്ടാവും, ഞങ്ങൾ സതീശൻ്റെ കൂടെയും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കൊണ്ടുവരും. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. മലപ്പുറം ജില്ലയിലെ വികസനത്തിന് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ എല്ലാ പിന്തുണയും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞുപോയ അവഗണനയ്ക്ക് കൃത്യമായ മാർഗരേഖ തയ്യാറാക്കി മലപ്പുറം ജില്ലയുടെ സമഗ്ര വികസനം ആസൂത്രണം ചെയ്യുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം മലപ്പുറം ജില്ലയുടെ വികസനത്തിന് വേണ്ടി.